ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് നമ്മുടെ വാഹനം നിൽക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർക്ക് വരുമ്പോഴുള്ള ഡയറക്ഷനിൽ സിഗ്നലിൽ നേരെ പോയി കഴിഞ്ഞാൽ അങ്കമാലി, നമുക്ക് ലെഫ്റ്റ് പോകണമെങ്കിൽ ആലുവയ്ക്ക് പോകാം, റൈറ്റ് പോയി കഴിഞ്ഞാൽ കോതമംഗലം, മൂന്നാർ, ആ ഡയറക്ഷനിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. നമ്മൾക്ക് പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കലും കാലടിയിലെ ബ്ലോക്കും മറ്റൊരു ബ്ലോക്കും ഇല്ലാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ടുള്ളൊരു വഴി പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. എയർപോർട്ടിലേക്ക് പോകുന്ന എല്ലാ ഡ്രൈവർമാർക്കും എല്ലാ പ്രവാസികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പെരുമ്പാവൂർ ടൗണിൽ കൂടെയാണ്. നമുക്ക് ഇവിടുന്ന് കൃത്യം സിഗ്നൽ ജംഗ്ഷന് 0 കിലോമീറ്റർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിലോമീറ്റർ ആക്കി കഴിഞ്ഞാൽ 2 കിലോമീറ്ററും 700 മീറ്ററും കഴിയുമ്പോഴാണ് നമുക്ക് ഇനിയും അടുത്ത നെക്സ്റ്റ് ലെഫ്റ്റ് വരുന്നത്. ഈ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിയേണ്ടത്. ആ തിരിയേണ്ട ജംഗ്ഷൻ്റെ പേരാണ് വല്ലം ജംഗ്ഷൻ. വല്ലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇടത് തിരിഞ്ഞു പോകേണ്ടത്. കൃത്യമായിട്ട് സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിട്ട് രണ്ട് സൈഡിലുള്ള പ്രധാനപ്പെട്ട കണ്ടോ, ഒരു ഉടുപ്പി പോകുന്നൊരു വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയൊരു തണൽമരമൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാം. അതിനോട് ചേർന്ന് തന്നെ സായി സർവീസിൻ്റെ ഒരു ഓതറൈസറും മാരുതിയുടെ ഷോറൂമും കാണാം. കണ്ടോ, തണൽമരം കഴിഞ്ഞു. ഇനി നേരെ ചെല്ലുന്നതാണ് വല്ലം ജംഗ്ഷൻ. ഈ വല്ലം ജംഗ്ഷനിൽ നമുക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ആനേനെയൊക്കെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഉണ്ടോ, ഈ വെള്ള കാർ വെക്കണ വഴിയില്ലേ, ഉണ്ടോ, വെള്ളക്കാർ ഓവർടേക്ക് ചെയ്ത് കുറച്ച് കൂടിപ്പോയി ലൈൻ മാറി ഇങ്ങോട്ട് കയറി വന്നേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ലോ ആയത്. കണ്ടോ, രണ്ട് വണ്ടി ഒപ്പമാണ് കിടക്കാൻ നോക്കണേ. നമുക്ക് ഈ വഴി കൂടെ നേരെയാണ് പോകേണ്ടത്. ഈ വഴി കൂടെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു കപ്പേള കാണാൻ പറ്റും. ആ കപ്പേളയോട് ചേർന്ന് ഇടവശത്തേക്ക് താഴേക്കൊരു വഴി പോകുന്നുണ്ട്. ആ വഴിയൊന്നും നമുക്ക് പോകണ്ട. ഇടതുവശത്തൊരു കപ്പേള കണ്ടു കഴിഞ്ഞാൽ അതിനോട് വലതുവശം ചേർന്നുള്ള വഴിക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇതാ കാണുന്ന കപ്പേള, ഇതുണ്ടോ. ഇടതുവശത്തേക്ക് ഒരിക്കലും പോകരുത്, നമുക്ക് നേരെ തന്നെ റൈറ്റ്, ചെറിയൊരു സ്ലൈറ്റ് റൈറ്റാണ്. ഇനി കുറച്ച് പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു കപ്പേള കാണും. അവിടെ നിന്ന് നമുക്ക് റൈറ്റ് ടേൺ ചെയ്യണം. വലിയ ദൂരമല്ലേ ഇത് തമ്മിൽ. ഇതിപ്പോൾ വല്ലം നമ്മൾ തിരിഞ്ഞ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെയുള്ളൂ ഇത്രയും ദൂരം വരെ. ഇനി ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്യണം നമ്മൾ. ഇവിടെയൊക്കെ എയർപോർട്ടിലേക്ക് പോകുന്ന ഡയറക്ഷൻ്റെ ബോർഡ് കാണാൻ പറ്റും, സൈൻ ബോർഡ് കാണാൻ പറ്റും എല്ലാവർക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്യണം നമ്മൾ. ഈ വഴി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലൊരു വലിയ പള്ളിയുണ്ട്. വല്ലത്തെ പള്ളിയാണത്, കണ്ടോ, റൈറ്റ് സൈഡിൽ കാണുന്ന പള്ളിയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഇടതുവശത്തേക്കാണ്. അവിടെ പച്ച സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇടതുവശത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി നമ്മൾ നേരെ പോയിട്ട് എയർപോർട്ടിൻ്റെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം ഇടതുവശത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനിയും വല്ലംകടവ് പാലം കടന്നിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇത് കണ്ടോ, ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടോ, റൈറ്റ് സൈഡ് എയർപോർട്ട് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബോർഡ് ശ്രദ്ധിക്കുക, മെയിൻ റോഡ് വഴി പിടിക്കുക. ഒരു ചെറിയൊരു പാലം. ഇത് കഴിയുമ്പോൾ നമ്മുടെ പുതിയതായിട്ട് ഈ ഇടയ്ക്ക് പണി തീർത്തൊരു പാലമാണ് വല്ലംകടവ് പാലം. ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ഈ വഴി വന്നിട്ടുണ്ട്. എല്ലാവരും കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ വല്ലംകടവ് പാലം കഴിഞ്ഞ് നമ്മൾ നേരെ പോകണം. ഇനി നമുക്ക് കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞല്ലോ, അവിടെ നിന്ന് കൃത്യം 4 കിലോമീറ്റർ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത തിരിയണ ജംഗ്ഷനിലേക്ക്. ഇവിടെയൊക്കെ നമ്മൾ നേരെ വരണം. ഇവിടെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. വല്ലം പള്ളിയുടെ ഒരു റൈറ്റ് സൈഡിലൊരു പള്ളി കണ്ടു. ആ പള്ളിയിൽ നിന്ന് കൃത്യം 4 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ പുതിയടം തെക്കേ അങ്ങാടി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്നാണ് ഇനി നമുക്ക് റൈറ്റ് തിരിയേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരെ വരാണ്. പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെയാണ് വരുന്നത്. വേറെ എങ്ങും തിരിഞ്ഞിട്ടില്ല. എല്ലായിടത്തും സൈൻ ബോർഡ് ഉണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ വഴി തെറ്റില്ല. മെയിൻ റോഡ് വഴിയാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണ്ട, മെയിൻ റോഡ് റൈറ്റിലേക്ക് തിരിയണ ബോർഡാണ്. ഇവിടെ പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എയർപോർട്ടിലേക്കുള്ള വഴിയിൽ നിന്ന്. നേരെ വരാം. ഇവിടെ എങ്ങും തിരിയേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ തന്നെ വരാണ് നമ്മൾ. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് തിരിയേണ്ടത്. ഇതാണ് പുതിയടം ജംഗ്ഷൻ, അല്ലെങ്കിൽ തെക്കേ അങ്ങാടി എന്ന് പറയുന്ന ജംഗ്ഷൻ ഇതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ കുറച്ച് പോകണം. നേരെ കുറച്ച് പോകുമ്പോഴാണ് നമുക്ക് പള്ളി വരുന്നത്. കാഞ്ഞൂർ ഫൊറോന പള്ളി എന്ന് പറഞ്ഞാൽ അറിയാൻ പാടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. വളരെ ഫേമസ് ആയിട്ട് പെരുന്നാളൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കൂടുന്ന പള്ളിയാണ്. ഇനി പോകുമ്പോൾ നമുക്ക് പള്ളി റൈറ്റ് സൈഡിലാണ് നമുക്ക് പള്ളി കാണാൻ പറ്റുന്നത്. നമുക്ക് പള്ളി ഇരിക്കണതിൻ്റെ നേരെ ഇടതുവശത്തേക്കാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. പിന്നെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വഴി തെറ്റണ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. കാരണം എല്ലായിടത്തും ബോർഡുണ്ട്. ഇത് കാഞ്ഞൂർ പള്ളിയാണ്. ഇവിടുത്തെ പെരുന്നാളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെരുന്നാളാണ്. ഫൊറോന പള്ളിയാണ്.
നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞാൽ പോണേ. കാഞ്ഞൂർ പള്ളി കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും എയർപോർട്ടിലെ സൈൻ ബോർഡ് ഉണ്ട്. ഇനി ഒരു സ്ഥലത്തും നമുക്ക് വഴി തെറ്റേണ്ട ആവശ്യമേ ഇല്ല. മെയിൻ റോഡ് വഴി തന്നെ വരിക. ചെറിയ ചെറിയ റോഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇത് നേരെ ചെല്ലുന്നത് വേറൊരു മെയിൻ വഴിയിലേക്കാണ് കയറണത്. അവിടെ നിന്ന് നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. എങ്ങും തിരിയേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കാലടിക്ക് പോകാം. നമുക്ക് നേരെയാണ് പോകേണ്ടത്. എങ്ങും തിരിയേണ്ട ആവശ്യമില്ല. ഇനി നേരെ ചെല്ലുമ്പോൾ നമുക്ക് തിരിയേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. കുറച്ച് ചെല്ലണം. കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എയർപോർട്ടിലേക്കുള്ള വഴിയിൽ നിന്ന് പ്രത്യേകം പച്ച കളറിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റും. കുറച്ച് ചെല്ലുമ്പോൾ ഇടതുവശത്തേക്കാണ് നമുക്ക് തിരിയേണ്ടത്. ഏതാണ്ട് 1 കിലോമീറ്റർ താഴെ ഉള്ളൂ നമുക്ക് തിരിയേണ്ട വഴി എത്താനായിട്ട്. കണ്ടോ, തിരിയേണ്ട വഴി എത്തി. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം. അവിടെ 2 സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു ടേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും എയർപോർട്ട് റോഡിലേക്കാണ് കയറേണ്ടത്. അതായത് എയർപോർട്ട് മറ്റൂർ റോഡിലേക്ക് നമ്മൾ ഈ റോഡ് ചെന്ന് കയറും. അതുകൊണ്ട് ഒരു പാലമൊക്കെ കയറി നമ്മളിങ്ങനെ പോകണം. ഇനി കുറച്ച് കഴിയുമ്പോൾ എയർപോർട്ടിൻ്റെ റൺവേയുടെ മതിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ എൻട്രിയാണ്. കണ്ടോ, ബൗണ്ടറി റൺവേയുടെ മതിലാണ്. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് മറ്റൂർ റോഡിലാണ്. അതായത് എയർപോർട്ടിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന റോഡിലേക്കാണ് അവസാനിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞ വഴി ഉണ്ടല്ലോ, അവിടെ നിന്ന് കൃത്യം 4 കിലോമീറ്റർ ഉള്ളൂ എയർപോർട്ടിൻ്റെ ആ റോഡിലേക്ക് കയറാനായിട്ട്. നിങ്ങൾക്ക് ഫുള്ള് തെറ്റാതിരിക്കാൻ വേണ്ടി ഒരുമാതിരി ഫുള്ള് വീഡിയോ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോകളും കാര്യങ്ങളെല്ലാം തന്നെ, ടേണിങ്ങുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുത്തു പറയാനായിട്ട് പോകുമ്പോൾ എയർപോർട്ട് റോഡ് എത്രയാണ് പിന്നെ ഇടതുവശത്തൊരു വലിയൊരു നല്ലൊരു ഹോട്ടലുണ്ട്. വിത്ത് ബാറുള്ളൊരു ഹോട്ടലാണ്. കബനി എന്നാണ് അതിൻ്റെ പേര്. അത് ഇടതുവശത്താണ്. അത് പോണ വഴി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ തിരിയേണ്ട ടേണുകളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും തന്നെ വഴി തെറ്റാനായിട്ട് ഒരു സാധ്യത ഇവിടെ ഇല്ല. വേറൊരു വഴിയും തെറ്റിപ്പോകാനായിട്ട് ഒരു മെയിൻ വഴി ഇവിടെ വേറെ ഇല്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കാണപ്പെടാവുന്ന വഴികളാണ് ഇതെല്ലാം. ഒരു ബ്ലോക്ക് പോലും ഒന്നുമില്ലാതെ സുഖമായിട്ട് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും. മറ്റൂരും ട്രാഫിക് കിടക്കണ്ട, കാലടിയിലും ട്രാഫിക് കിടക്കണ്ട. ഇതിനുമുമ്പ് 2-3 വഴികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഒട്ടുമിക്ക വഴികളും പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതുപോലുള്ള വഴികളൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ ബൗണ്ടറി എത്താറായി. ഇത് നേവിയുടെ സ്ഥലമാണ്. ഈ ഇടതുവശത്ത് ഇതൊക്കെ കാണുന്ന നേവിയുടെ സെറ്റപ്പാണ്. ഉണ്ടോ, ഇപ്പോൾ ഏകദേശം നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കണു. ഈ ഇടതുവശത്ത് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസാണ്, ഹെഡ് ഓഫീസാണ് അവിടെ. ഇനി ഈ റോഡ് നേരെ ചെല്ലുന്നത് എയർപോർട്ട് മറ്റൂർ റോഡിലേക്കാണ് ഈ റോഡ് ചെല്ലുന്നത്. ചെറിയ റോഡാണ്. അപ്പോൾ നമ്മളൊരു മിനിമം സ്പീഡ് കീപ്പ് ചെയ്ത് വരണം. രാത്രിയൊക്കെ വന്നൊരു പരമാവധി ലൈറ്റൊക്കെ അടിച്ചും അതുപോലെ തന്നെ പകൽ വന്നൊരു ഹോണൊക്കെ മുഴക്കി വരണം. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ള വഴികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വരണം. ഇനി നിസാരം ദൂരമുള്ളൂ നമ്മൾ എയർപോർട്ട് മറ്റൂർ റോഡിലേക്ക് കയറാനായിട്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ടേണുകളും നമ്മളെ കവർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള വഴി മാത്രം വരിക. ചെറിയ ഇടവഴികളൊന്നും തന്നെ നമ്മൾ തിരിയേണ്ട ആവശ്യമേ ഇല്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബാർ ഹോട്ടൽ എന്ന് പറഞ്ഞത്. കബനി ഹോട്ടൽ ആൻഡ് ഹെറിറ്റേജ് ആണിത്. ഇവിടെ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. ഇനി ഇവിടെ നിന്നാണ് ചെല്ലുമ്പോൾ ഈ കാണാനാണ് എയർപോർട്ട് റോഡ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ കാലടി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോകാം, കരിയാട് പോകാം, ആലുവയ്ക്ക് പോകാം, അങ്കമാലിക്ക് പോകാം. നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. റൈറ്റ് പോയി കഴിഞ്ഞാൽ മറ്റൊരു ജംഗ്ഷനിൽ ചെല്ലും. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഉച്ച സമയത്തൊക്കെ അവിടെ വരാണെങ്കിൽ അവിടെ ഒരു ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞ ഹോട്ടലൊക്കെ ഉണ്ട്. പിന്നെ തനിമ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അടിപൊളി ചോറും മീൻകറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ കിട്ടുന്ന കടകളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ എയർപോർട്ട് റോഡിൽ കയറി മറ്റൊരു റോഡിലാണ് ഇപ്പോൾ. ഇനി നേരെ ചെല്ലുന്നത് എയർപോർട്ടിൻ്റെ നായത്തോട് ജംഗ്ഷനിലേക്കാണ് ചേരുന്നത്. നായത്തോട് ജംഗ്ഷൻ കഴിഞ്ഞാൽ നിസാര ദൂരമുള്ളൂ എയർപോർട്ടിലേക്ക്. ഇനി എല്ലാവർക്കും വഴി മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും പോയി പരിചയമുള്ളവർക്കൊക്കെ ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവും. ഈ ചെല്ലുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്കമാലിക്ക് പോകാം. നമുക്ക് നേരെയാണ് പോകേണ്ടത്.
ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ അങ്കമാലിയാണ് കേട്ടോ. ഇടത് വശത്ത് പുതിയൊരു ബേക്കറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തിരക്ക് പിടിച്ച വഴിയാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകുന്നൊരു വഴിയാണ്. രാത്രിയൊക്കെ പിന്നെ അവിടെ കടകളുടെ ഒക്കെ ചായ കുടിക്കാനൊക്കെ തിരക്കൊക്കെ കാണും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിച്ചു വേണം വരാനായിട്ട്. നേരെ ചെല്ലുന്നത് ഇപ്പോൾ ഒരു ചെറിയ ടേണും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടായി. ഈ ലെഫ്റ്റ് സൈഡിലാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ ചായക്കടകളും ഇടതുവശത്ത് ലോട്ടറി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇടയ്ക്ക് തിരക്ക് പിടിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മൾ എയർപോർട്ടാണ് നേരെ. കണ്ടോ, നമ്മൾ ലെഫ്റ്റ് എടുക്കണം. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കരിയാട് പോവാം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ നേരെ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ കൃത്യം ഫസ്റ്റ് ചെല്ലുമ്പോഴുള്ള റൗണ്ട് അബൌട്ട്. ഇനി ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. റൈറ്റ് ടേൺ ചെയ്യണം. നേരെ അടുത്ത കാണുന്ന റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ടെർമിനലാണ്. ഇപ്പം നേരെ ചെല്ലുന്ന റൗണ്ടിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ടെർമിനലാണ്. റൈറ്റ് സൈഡ് കാണുന്ന വലിയ കെട്ടിടം എയർപോർട്ടിൻ്റെ ഹോട്ടലിൽ പണിതുകൊണ്ടിരിക്കുന്നതാണ്. ഈ റൗണ്ടിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് ഇൻ്റർനാഷണൽ ടെർമിനലും അറൈവലും ഡിപ്പാർച്ചറും എല്ലാം തന്നെ അവിടെയാണ്. ഇത് ക്രോസ് ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒരു റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് ഡൊമസ്റ്റിക് ടെർമിനൽ വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഈ വഴി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തൊരു 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാലടിയും മറ്റൂരും ബ്ലോക്കൊക്കെ ഒഴിവാക്കി സുഖമായിട്ട് വലിയ ദൂര വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും. ഏറി കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്ററാണ് കൂടുതലുള്ളൂ.